Hi guys, നമുക്കൊരു ക്വിക്ക് ഗ്ലിംസ് ഓഫ് താറോക്സ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഫോർ താറോക്സ്. ഓക്കെ ഓക്കെ അപ്പം റേഡിയോ, ആൻഡ്രോയിഡ് ഓട്ടോ, അഡ്വഞ്ചർ സ്റ്റാറ്റസ്, മ്യൂസിക്, ഫോൺ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഓപ്ഷൻസ് ഉള്ളത്. അതിൽ നാവിഗേഷൻ, ആസ് വി ഓൾ നോ, നമ്മുടെ മാപ്പ്, ഇതിൽ വരുന്നത് മാപ്ലിസിൻ്റെ ആണ് വരുന്നത്. മാപ്പിൾസ് ഇത് ഇൻബിൽഡ് സിം ഉള്ളതുകൊണ്ട് തന്നെ 1 year നമുക്ക് ആക്സസിബിൾ ആണ്. അപ്പം നമുക്ക് ദർ ഇസ് നോ നീഡ് ടു കണക്ട് ദ ഫോൺ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻസിൽ എത്ര അധികം ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഡ്രൈവ് മോഡ്, ഇന്ത്യ ടുഡേ, ന്യൂസ് അപ്ഡേറ്റ്, പിന്നെ നമ്മളെ SEO ഇൻഫോ, ജസ്റ്റ് ഡയൽ, ഹോറോസ്കോപ്പ്, അങ്ങനെ അതിൽ യൂസ്ഫുള്ളായി തോന്നിയത് നമ്മളെ ഇന്ത്യ ടുഡേ. അതിൽ നമുക്ക് ന്യൂസൊക്കെ നമുക്ക് എന്താ പറയുക ആക്സസിബിളാണ്. അത് പിന്നെ വെതർ അപ്ഡേറ്റ്, ട്രാവൽ എക്സ്പ്ലോറർ, ടിക്കറ്റ് ടൈപ്പ്, സറൗണ്ട് വ്യൂ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മളെ കോൾ ലോഗ്, എല്ലാം കാര്യങ്ങളും, ഫോൺ, പിന്നെ മ്യൂസിക്, ആസ് വി ഓൾ നോ. നമുക്കത് സ്പോട്ടിഫൈയോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്താൽ മതി. പിന്നെ അഡ്വഞ്ചർ സ്റ്റാറ്റസിൽ ഓൺ റോഡ്, ഓഫ് റോഡ്, പിന്നെ ലാപ്പ്, ഇൻഫോ, കസ്റ്റം, അതിൽ അതിൻ്റെ ടോർക്കും കാര്യങ്ങളെല്ലാം, അത് പിന്നെ കോമ്പസ്, അതെല്ലാം നമുക്കത് എന്താ പറയുക അറിയാൻ പറ്റും. ദെൻ വി ഹാവ് ദിസ് ആൻഡ്രോയിഡ് ഓട്ടോ. അത് നമ്മൾ ഫോൺ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ സെറ്റിങ്സ്, ഇവിടെ നമുക്ക് ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വ്യൂ നമുക്ക് ആക്സസ് ചെയ്യാം. ലൈക്ക് ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ എന്താണെന്നുള്ളത്. ഓക്കെ, അതെല്ലാം ആക്സസ് ചെയ്യാം. പിന്നെ 3D, അങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതെല്ലാം മാറ്റാം. ഈ പാർക്കിംഗ് അസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നോ അതെല്ലാം, പിന്നെ ഡ്രൈവ്, വീഡിയോ റെക്കോർഡിങ്, എവറിത്തിങ് ഈസ് ദെയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ജനറൽ വീഡിയോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല, വീഡിയോ ഒന്നും ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ ഡിസ്പ്ലേ സെറ്റിങ്സ്, അതേമാതിരി ഡിസ്പ്ലേയിൽ തന്നെ ക്ലോക്ക്, ലേഔട്ട്, ഹോം ലേഔട്ട്, തീംസ് എല്ലാം മാറ്റാം നമുക്ക്. പിന്നെ ഓഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഈക്വലൈസർ, പിന്നെ ക്ലാരിഫൈ, VNC+, അതിൽ കുറേ മോഡ്സ് ഉണ്ട്. സ്റ്റേജ്, പാർട്ടി, റിട്രീറ്റ്, ഇമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈക്വലൈസറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സബിൻ്റെ ഇത് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെയാണുള്ളത്. ഓക്കെ, പിന്നെ വൈഫൈ, നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് വൈഫൈ ഉണ്ട്, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വെഹിക്കിൾ സർവീസ്, അതിൻ്റെ ലൈറ്റ്സ് ആൻഡ് ഇലുമിനേഷനും കാര്യങ്ങൾ അതൊക്കെയാണ് വരുന്നത്. പിന്നെ ലൈറ്റ്സ് ആൻഡ് ഇലുമിനേഷനിൽ ഡേ ലൈറ്റ്, റണ്ണിങ് ലാമ്പ്, ഓട്ടോ ഡിമ്മിങ്, ഇതെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണുള്ളത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. പിന്നെ നമ്മൾ ഓട്ടോ ഡിമ്മിങ് ആയിരുന്നു, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ പുറകുന്ന വേറെ ലൈറ്റ് വരുമ്പോൾ നമുക്കത് നമ്മളെ കണ്ണിലുള്ള സ്ട്രെയിൻ കുറയ്ക്കും. അപ്പോൾ അതൊക്കെ എപ്പോഴും റിക്വേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെപ്പോഴും ഓൺ ചെയ്ത് ഇടുക. ഓക്കെ, ഇറ്റ് ഡിറ്റക്ട്സ് glare from headlights and behind you and automatically adjust to reduce light strain. Okay, that's it.